ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും അനുമോളും കൂടെ ചെറിയൊരു തറ ഒരുക്കുകയാണേ. അത്തൊക്കെ ആയില്ലേ, അപ്പോൾ പൂക്കളം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തറയാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ നമ്മൾ അത്തത്തിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ പൂക്കളം ഒരുക്കാനുള്ള തറ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഏട്ടൻ്റെ പഴയൊരു ടയർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ, വണ്ടീൻ്റെ ബൈക്കിൻ്റെ. അപ്പോൾ ആ ഒരു ടയറിൻ്റെ ഉള്ളിൽ മണ്ണും കല്ലൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ പൂക്കളം ഉണ്ടാക്കാനുള്ള തറ ഒരുക്കിയത്. അതിനുള്ളിൽ നന്നായിട്ട് മണ്ണൊക്കെ നിറച്ചു. പിന്നെ അതിൻ്റെ മേലുള്ള കുറച്ച് മണ്ണുകൾ കല്ലുകളൊക്കെ ഇങ്ങനെ മാറ്റി ഒഴിവാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ കരിയും ചാണകവും മണ്ണും കൂടെ തേച്ച് കൊടുത്താൽ ഇങ്ങനെ ടയറിലാണ് ഇത് ഒരുക്കിയതെന്നൊന്നും അറിയൂല കേട്ടോ. അങ്ങനെ അവിടെ മാറ്റിയെടുക്കും. നമ്മൾ നിത്യേന 10 ദിവസം നമ്മൾ കരിയും ചാണകമൊക്കെ തേച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പൂത്തറ ഒരുക്കിയത് ഇങ്ങനെ ടയറിലാണെന്നൊന്നും കാണൂല. ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയിൽ കിട്ടുമല്ലോ, നല്ല റൗണ്ടിൽ തന്നെ കിട്ടും നമ്മളെ പൂത്തറ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ടയർ എടുത്തത്. ചട്ടിയൊന്നും നോക്കണ്ട കേട്ടോ, പഴയ ചെമ്പട്ടിയാണ്. അതിലൊക്കെ ഞാൻ എൻ്റെ കറ്റാർവാഴയും പച്ചമുളകൊക്കെ നടുന്നത് കേട്ടോ. ഇപ്പം അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ മണ്ണ് കോരാൻ വേണ്ടിയിട്ട് അതന്നെ എടുത്തതാണ്. അങ്ങനെ ഞാനും അനുമോളും കൂടെ മണ്ണ് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. സത്യം പറയാലോ, കൈ നന്നായിട്ട് തോല് പോയിട്ടോ. ഇങ്ങനെ കൈ കൊണ്ടാക്കുന്ന ഒരു അബദ്ധമാണ്. ഒരു തുണിയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, തേമ്പി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, എന്താ പറയുക ഇതിന്, അങ്ങനെ വടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ കൈ അങ്ങനെ തോല് പോകില്ലേന്ന് പിന്നെ തോന്നിയിട്ടോ. നല്ല ഉഷാറിൽ മുറ്റത്ത് ഇങ്ങോട്ട് മണ്ണിൽ കഴുകിയിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മണ്ണ് തേച്ച് കൊടുത്തിട്ട് കൈ നന്നായിട്ട് തോല് പോയി. ഭയങ്കര വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അനുമോളോട് പറയുക, നന്നായിട്ട് അമർത്തി ചെയ്യേണ്ട കുട്ടിയെ, കൈ വേദന ആവണുണ്ട് പറയുന്നു. എന്തെന്നായാലും ഞാൻ വിട്ടുതരില്ല എന്നുള്ള മട്ടത്തിലാണ് കേട്ടോ എൻ്റെ അനുമോള്. ഓക്ക് അതിൻ്റെ കൂടെ തന്നെ തേക്കണം. അങ്ങനെ ഞാനും ഓളും കൂടെ നമ്മളെ പൂത്തറയൊക്കെ ഇങ്ങോട്ട് മണ്ണിൽ കളിച്ച് ഉഷാറാക്കിയിട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഓണത്തിൻ്റെ മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ. ഓരോ നാട്ടിലും ഓരോ ഇതിലാവുമല്ലോ, ഓരോരോ എന്താ പറയുക, ഓരോരോ മോഡലിലാവുമല്ലോ അല്ലേ. ഇതൊക്കെ നാട്ടിൻപുറത്തേ കാണുള്ളൂ അല്ലേ. അപ്പോൾ ഫ്ലാറ്റിലോ അങ്ങനെയൊക്കെ കഴിയുന്നവർക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ചിലർക്കിതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചാണകം മെഴുകാനൊന്നും ഇപ്പോഴത്തെ കാലത്തൊന്നും ആരെയും കിട്ടൂല. നമ്മളവിടെയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ മണ്ണ് കൊണ്ടുള്ള കളികളൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ആയി നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ രാവിലെ ആയി. അത്ത ദിവസമാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ചാണകവും കരിയൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുക്കാൻ പോവുകയാണേ. കരിയൊന്നും ഇല്ലേന്നില്ല കേട്ടോ. രാവിലെ ഞാൻ വേഗം അടുപ്പ് കത്തിച്ച് കരി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ഒരു കരി. അതുകൊണ്ട് തന്നെ നമ്മളെ പൂത്തറ നന്നായിട്ട് കറുപ്പ് കളറൊന്നും ആയിട്ടില്ല. കൂടുതലും ചാണകമായതുകൊണ്ട് ആ ഒരു മഞ്ഞ ചേർന്ന കളറാണ് കേട്ടോ ആയിട്ടുള്ളത്. ഏതായാലും ഞാൻ വേഗം അങ്ങോട്ട് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. അനുമോള് ഇപ്പോൾ ഈ ഒരു സമയമായപ്പോൾ അവൾ എണീറ്റിട്ടേ ഉള്ളൂ. ആൾ കുളിക്കണേ ഉള്ളൂ കേട്ടോ. കുളിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കുള്ള വെള്ളമൊക്കെ കോരി കൊടുത്തതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് പൂത്തറ അങ്ങനെ മെഴുകണത്. ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളൊക്കെ നാട്ടിലെല്ലാവരും പൂത്തറയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചാണകമൊക്കെ തേക്കാറുണ്ടോ? ചാണകവും കരിയൊക്കെ തേക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലവർക്കൊന്നും ഇതൊന്നും അത്ര അങ്ങോട്ട് ദഹിക്കില്ല. ആരെ കിട്ടാൻ അപ്പോഴത്തെ കാലത്തൊക്കെ ഇങ്ങനെ ചാണകം തൊടാനൊക്കെ അല്ലേ. എനിക്കിങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴല്ലേ ടൈൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ടൈൽസ് ഇട്ടത് നമ്മളെ അടുക്കളയിലുള്ള സ്ലാബിലും സിറ്റ് ഔട്ടിലുള്ള സ്ലാബിലൊക്കെ മാത്രമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ നേരിലൊന്നും ഇപ്പോഴും ടൈൽസ് ഇട്ടിട്ടില്ല എൻ്റെ വീട്ടിൽ കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ അതൊക്കെ കഴിഞ്ഞതാണ്. മുമ്പൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മളെ വീടിൻ്റെ അകമൊക്കെ ഇങ്ങനെ കരിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പശ എടുക്കും കേട്ടോ. ചെമ്പരത്തീൻ്റെ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും. അങ്ങനെ കരിയും ചാണകമൊക്കെ തേച്ചിട്ടുള്ള വീടായിരുന്നു കേട്ടോ. അന്നൊക്കെ അമ്മ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടേനേ. അന്നൊന്നും നമുക്കിങ്ങനെ ചെയ്യാൻ അമ്മ സമ്മതിച്ചിട്ടില്ലേന്നില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം കിട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഏട്ടൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ്. ഉള്ളത് പറയാലോ. വീട്ടിലാണെങ്കിൽ തന്നെ പൂക്കളം അന്നൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പൂക്കളം ഇട്ടതൊക്കെ അനിയത്തിയിരുന്നു കേട്ടോ. ഓൾ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും, നന്നായിട്ട് പൂക്കളൊക്കെ ഇടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴായാലും ഓളാണ് ചെയ്യുക. ഞാൻ ഇട്ട രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിടാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വക കാര്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് ഏട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ, അമ്മയും ഞാനും അച്ഛനും ഏട്ടനല്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാനാണ് കേട്ടോ ഇടുക. ചേച്ചിമാരൊക്കെ ഉള്ളതെന്ന് ഓരേന്ന് ഇട്ടത്. ഓരൊക്കെ വേറെ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ തന്നെ ഇടാൻ തുടങ്ങിയത് കേട്ടോ.
പിന്നെ ഇതാ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പൂക്കളേ ഉള്ളൂ കേട്ടോ. ചെമ്പരത്തിപ്പൂ മാത്രമേ ഉള്ളൂ. തെച്ചിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ തീർന്നു പോയി. ഈ ഒരു പെട്ടെന്ന് ഒരു മഴയായിരുന്നില്ലേ കുറച്ചായിട്ട്, അതുകൊണ്ട് തന്നെ തീരെ പൂക്കളൊന്നുമില്ല. പിന്നെ ചുരുക്കി പറഞ്ഞാൽ വീടിൻ്റെ മുന്നിൽ വാഴയൊക്കെ വെച്ചപ്പോൾ ഞാൻ പൂക്കൾ അങ്ങോട്ട് മെയിൻ്റാക്കാണ്ടായി. അതുകൊണ്ട് തന്നെ സകല പൂക്കളും പോയിട്ടോ. നിറയെ പൂക്കളുള്ള മുറ്റമായിരുന്നു നമ്മളെ മുറ്റം. ഇപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കും. മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പൂക്കളൊക്കെ ഇവിടുന്ന് എത്രയും ആളുകളാണെന്ന് പറയുക പൂക്കളൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇപ്പം എൻ്റെ വീടിൻ്റെ നമ്മളെ വീടിൻ്റെ മുറ്റം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതം, എന്താ ഇവിടുത്തെ ചെടിയൊക്കെ ആയതെന്ന് നോക്കും. വീടിൻ്റെ മുന്നിൽ വാഴയൊക്കെ വെച്ചത് കാരണമേ ഒറ്റ പൂക്കളും ഇല്ലാണ്ടായി. ഈ ചെമ്പരത്തിയെങ്കിലും നമ്മളെ വെട്ടാതെയും കരിഞ്ഞു പോവാതെ നിന്നുകൊണ്ട് ഭാഗ്യമായി. എൻ്റെ തെച്ചിപ്പൂക്കൾ കുറേ ഉണ്ടായിരുന്നേ, അതിലിപ്പോൾ ഒരു തെച്ചിൻ്റെ കൊമ്പ് മുഴുവനായിട്ട് കരിഞ്ഞു പോയി. പിന്നെ ഈ ഒരു കമ്പൽപ്പൂവ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കാര്യമായിട്ട്. ഈ കമ്പൽപ്പൂവും ചെമ്പരത്തിയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ. ഏതായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ നമ്മളെ വീട്ടിലുള്ള പൂക്കളും നമ്മൾ നാടൻ രീതിയിലുള്ള പൂക്കളാണ് കേട്ടോ നമ്മൾ ഒരുക്കാൻ പോണത്. അനുക്കുട്ടിയാണ് കേട്ടോ പൂവിടുന്നത്. ഞാൻ അങ്ങനെ പറയായിരുന്നു, പൂക്കളൊക്കെ ഇട്ട് പഠിച്ചാൽ മോളെ, എന്നാലേ സ്കൂളിലൊക്കെ നമുക്ക് പരിപാടിക്കൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റുള്ളൂ, ഇട്ടൊക്കെ ശീലിച്ചെങ്കിൽ തന്നെ പഠിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഒന്ന് പൂത്തറ മുഴുവനായിട്ട് ഒരുക്കിയത്. അപ്പോൾ അനുമോൾ തന്നെയാണ് കേട്ടോ ഒന്ന് പൂവിടുന്നത്. ഫസ്റ്റിൽ തുമ്പപ്പൂ മാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടോ. തുമ്പപ്പൂവാണ് ഏറ്റവും ആദ്യം അത്തത്തിന് ഇടേണ്ടതെന്ന് പറയാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഏറ്റവും നടുക്ക് തുമ്പപ്പൂ മാത്രം ഞാൻ വെച്ച് കൊടുത്തു. ബാക്കി പിന്നെ പരിപാടികളൊക്കെ അനുക്കുട്ടി തന്നെയാണ് കേട്ടോ ചെയ്തത്. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ പൂക്കളൊക്കെ ഒരുക്കിയോ? പൂക്കളൊക്കെ ഇതുപോലൊക്കെ പൂക്കൾ ഒരുക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് പോലെ ചാണകമൊക്കെ തേച്ച് മെഴുകി വൃത്തിയാക്കിയിട്ട് പൂക്കളൊക്കെ ഒരുക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളെ വീട്ടിലെ പൂക്കൾ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഒരുപാട് വിലയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യണമെന്ന് പറയണത്. എന്നാലേ നമ്മളെ വീഡിയോസൊക്കെ മുന്നോട്ട് കയറി പോവുള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ അനുക്കുട്ടിയോട് ഇങ്ങനെ പറയുമായിരുന്നു, ഒരുവട്ടം ഇട്ട് കഴിഞ്ഞാൽ പൂവ് ഇളക്കല്ലേ, പിന്നെ അതിൽ ചളിയായി കാണും, അപ്പോൾ ഇളക്കാണ്ട് ഇടണേയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. അവൾ ആദ്യമായിട്ട് ഇട്ട് നോക്കിയതാണേ. അപ്പം അനുക്കുട്ടീൻ്റെ പൂക്കളം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആൾ ഭയങ്കര സ്ലോയിലാണ് കേട്ടോ പൂക്കളൊക്കെ ഇടുന്നത്. അങ്ങനെ ഇതാണ് നമ്മളെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ അത്തപ്പൂക്കളം ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. താങ്ക് യു.